ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോവിന്ദൻ വൈദ്യർ. ഓം ശാന്തി ആയുർവേദ വൈദ്യ ജ്യോതിഷാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഔഷധത്തെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഔഷധം ചെടി നിങ്ങൾ കാണുന്ന ഈ സസ്യത്തെ നിങ്ങൾ പരിചയപ്പെടണം. ഇതിൻ്റെ പേര് കാട്ടുതിപ്പിലി എന്നാണ് കേട്ടോ. കാട്ടുതിപ്പിലിയാണിത്. കാട്ടുതിപ്പിലി എന്ന ഔഷധമാണ് നമ്മൾ ഇവിടെ ഇന്ന് പരിചയപ്പെടുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള എല്ലാ ചേരുവകളിലും ചേരുന്ന ഒരു ഔഷധമാണ് തിപ്പലി. തിപ്പലി ഇല്ലാത്ത എല്ലാ ഔഷധങ്ങളിലും മിക്കവാറും തിപ്പലി ചേർക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം, ആയുർവേദത്തിലെ എല്ലാ ഔഷധങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ളൊരു പച്ചമരുന്നിനെ നിങ്ങൾ പരിചയപ്പെടണം. ഈ ഒരു ഔഷധച്ചെടിക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത്. നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവിനെ കൂട്ടാനും ഇത് വളരെ സഹായകമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പനിക്ക് ദഹനശക്തി നന്നായി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധ സസ്യം. ഇതിന് കായുണ്ട് കേട്ടോ. ആ കായയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതാണ് തിപ്പലി എന്ന് പറയുന്നത്. അതിൻ്റെ സസ്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാണിക്കുന്നത് കാട്ടുതിപ്പലി എന്ന് പറയുന്ന തിപ്പലി. ഇതിൻ്റെ തിപ്പലി ഇതേ വർഗ്ഗത്തിൽപ്പെട്ട, ഇത് നമ്മുടെ കുരുമുളകിൻ്റെ ഒക്കെ വർഗ്ഗത്തിൽപ്പെട്ട പോലുള്ളൊരു സസ്യമാണ് ഈ കാട്ടുതിപ്പലി കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ചുമയ്ക്ക് ഉപയോഗിക്കുന്നു. പനി, ചുമ, ഇത് വാതരോഗങ്ങൾക്ക് നമ്മൾ മിതമായ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളത് കൂടുതൽ ഉപയോഗിച്ചാൽ വാതവർധനയും കൂടിയാണ്. പക്ഷേ കഫത്തിന് നമുക്ക് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയൊരു മരുന്നും കൂടിയാണ്. ഏറ്റവും നല്ല മരുന്നാണ് ഈ കാട്ടുതിപ്പലി കേട്ടോ. ഇത് കാട്ടുതിപ്പലി മാത്രമല്ല, തിപ്പലി പല തരത്തിലുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുന്ന നിങ്ങളെ കാട്ടുതിപ്പലിയാണ്. കുരുമുളകിൻ്റെ അതേ വർഗ്ഗത്തിൽപ്പെട്ട സാധനം ആയതുകൊണ്ട് വളരെ നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റുന്നത്. ഇതിപ്പോൾ എവിടെയും കാണുന്നൊന്നുമില്ല. ഇത് വളർത്തുന്നവരൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും ഇത് കൂടുതൽ കാണുന്നില്ല ഇവിടെ. നമുക്കത് എന്താ പറയുക, ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇത്തരം മരുന്നുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അത് നിങ്ങളൊക്കെ ഒന്ന് എല്ലാ ആളുകളും പരിചയപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഔഷധ ഗുണം വളരെ വലുതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കാണാം. എൻ്റെ ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. ഞാൻ കുറച്ച് നാളുകളായിട്ടുള്ള ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. നിങ്ങളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ.